അതേപോലെ കണ്ണൻ തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ. അങ്ങനെ മനസ്സിൽ കണ്ണൻ തന്നെയായിട്ട് കണ്ണനെ ഞാൻ സ്വപ്നം കണ്ടു. രാത്രി ഞെട്ടി ഉണർന്നു കേട്ടോ. ഒന്ന് കാണിച്ചു തരാം. കണ്ടോ? ഏതൊരു ഉൽപ്പന്നങ്ങളും വിറ്റുപോകാൻ പരസ്യങ്ങൾ ആവശ്യമാണ്. എന്നാൽ ആ പരസ്യങ്ങളോ ഉൽപ്പന്നങ്ങളോ ഏതെങ്കിലും മതവിശ്വാസവുമായിട്ടോ വിശ്വാസികളുടെ സാമ്പത്തിക ഘടനയുമായിട്ടോ ബന്ധപ്പെട്ട് കിടക്കുന്നതാണെങ്കിൽ അവിടെ വിശ്വാസികളുടെ വികാരത്തെ മുതലെടുത്ത് ചൂഷണം ചെയ്യാനും സാമ്പത്തിക തട്ടിപ്പ് നടത്താനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉദാഹരണത്തിന് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. ചന്തേര എന്നുള്ള സ്ഥലത്ത് നിന്ന് വരുന്നതാണ്. പിന്നെ പലിശരഹിത വായ്പ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് സ്വർണം വാങ്ങിയത്. സ്വർണം വാങ്ങിയതല്ല, ഞാൻ എൻ്റെ ഉപ്പാനെ മംഗലാപുരം ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന സമയത്ത് പൈസക്ക് അത്യാവശ്യം വന്നു. അപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നൊരു സുഹൃത്ത് പറഞ്ഞ് ഞാൻ മംഗലാപുരത്ത് നിന്ന് വരുമ്പോഴേക്ക് നമ്മുടെ കാലിക്കടവിലെത്തി. അങ്ങനെ 14 പവൻ സ്വർണം കൊടുത്തിട്ട് 4 ലക്ഷം രൂപ വാങ്ങി. 1 വർഷത്തെ കാലാവധിയാണ് പറഞ്ഞത്. പലിശ വേണ്ട, 6 മാസം കഴിഞ്ഞിട്ട് ഏത് സമയത്ത് നിങ്ങൾക്ക് സ്വർണ്ണം എടുക്കുക, തിരിച്ചെടുക്കുക. നമ്മളോട് വാങ്ങിയ സ്വർണം നമുക്ക് തിരിച്ചു തരും. അവരോട് വാങ്ങിയ പൈസ അവർക്ക് തിരിച്ചു കൊടുക്കണം. പലിശയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ബിസിനസ്സുകളിൽ നിന്നും സാമ്പത്തിക ഇടപാടുകളിൽ നിന്നും കഴിവിന്റെ പരമാവധി ഒഴിഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം മുസ്ലിമീങ്ങളും. പ്രത്യേകിച്ച് യാഥാസ്ഥിക മുസ്ലിങ്ങൾ പലിശയുമായി ബന്ധപ്പെടാതിരിക്കാൻ കഴിവിന്റെ പരമാവധി ശ്രമിക്കാറുണ്ട്. അത്തരത്തിലുള്ള വിശ്വാസികളെ ലക്ഷ്യം വെച്ച് നടന്നതായിരുന്നു തളിപ്പറമ്പിൽ നടന്ന പലിശരഹിത സ്വർണ വായ്പ. ഞാൻ ഈ സംഭവം പറഞ്ഞത് വിശ്വാസികൾ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവരുടെ വിശ്വാസത്തിന്റെ വികാരത്തിന്റെ പൾസറിന് അവരെ കെടിവെച്ച് വീഴ്ത്താനുള്ള തട്ടിപ്പ് സംഘങ്ങൾ എല്ലാ മതത്തിലും എല്ലാ വിശ്വാസങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത്തരത്തിൽ ഹിന്ദുമത വിശ്വാസികളെ, പ്രത്യേകിച്ച് ഗുരുവായൂരപ്പന്റെ ഭക്തരെ വീഴ്ത്താൻ പലതരത്തിലുള്ള കെണികൾ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് ജസ്ന സലീം. അങ്ങനെ ഹൈന്ദവ വിശ്വാസികളെ വീഴ്ത്താൻ ജസ്ന സലീം വെച്ച അമ്പരപ്പിക്കുന്ന ഒരു കെണിയാണ് ഈ പരസ്യം. ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു കണ്ണനെ കാണിച്ചു തരാം. കണ്ണൻ എന്താ പ്രത്യേകത എന്നല്ലേ? ചെറിയൊരു പ്രത്യേകത ഉണ്ട്. ഈ കണ്ണൻ എൻ്റെ അടുത്തേക്ക് വന്നതിലൊരു കഥയുണ്ട് കേട്ടോ. കണ്ണൻ്റെ ഇതാണ്. ഇതെന്ന് വെച്ചാൽ എൻ്റെ മാലയാണ്. എൻ്റെ മാലയുടെ ലോക്കറ്റിലാണ് കണ്ണൻ കിടക്കുന്നത്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ? ഉൽപ്പന്നങ്ങൾ വിറ്റുപോകാൻ വിശ്വാസികളെ സ്വാധീനിക്കുന്ന പരസ്യങ്ങൾ പലരും പല വിധത്തിൽ ചെയ്തു കാണാറുണ്ട്. എന്നാൽ ഇത്തരത്തിൽ മാരകമായ ഒരു വേർഷൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് ജസ്ന സലീം ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ച് ആരും ചെയ്യാൻ തയ്യാറാവാത്ത പരസ്യങ്ങളൊക്കെ ചെയ്ത് കളം നിറയുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഏത് പാതിരാത്രിയിലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെന്ന് എന്തുതരം പട്ടിഷോകൾ കാണിക്കാനും റീൽസ് എടുക്കാനും കൃഷ്ണചിത്രങ്ങൾ കച്ചവടം ചെയ്യാനുമുള്ള എല്ലാ സ്വാതന്ത്ര്യവും ജസ്നയ്ക്ക് ഗുരുവായൂരിൽ ഉണ്ടായിരുന്നു. ഉടനെ ആ സ്വാതന്ത്ര്യം അവസാനിപ്പിച്ച് ഹൈന്ദവർ തന്നെ ജസ്ന സലീമിനെ ചവിട്ടി പുറത്താക്കിയതോടെ കുത്തനെ നിലം പതിച്ച തന്റെ ബിസിനസ്സും തട്ടിപ്പും വീണ്ടും ഉഷാറാക്കാൻ വേണ്ടിയിട്ടാണ് ഭർത്താവ് കെട്ടിയ താലിമാല വരെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ജസ്ന പുതിയ പരീക്ഷണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഹൈന്ദവ വിശ്വാസ പ്രകാരം വിവാഹ ജീവിതത്തിൽ താലിക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. അപ്പോൾ ഹൈന്ദവ വിശ്വാസികൾ, പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ളവർ സ്വാഭാവികമായിട്ടും ചിന്തിക്കും, നമ്മുടെ മതത്തിലേതുപോലെ മറ്റു മതങ്ങളിലും ഭർത്താവ് ഭാര്യയുടെ കഴുത്തിൽ അണിയുന്ന താലിമാലയ്ക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരിക്കുമെന്ന്. അത്തരത്തിൽ വലിയ പ്രാധാന്യം കൊടുക്കേണ്ട, പവിത്രമായി കാണേണ്ട ഭർത്താവ് അണിഞ്ഞ താലിമാല വരെ പൊട്ടിച്ചെറിഞ്ഞ് ഒരു മുസ്ലിം പെൺകുട്ടി അവിടെ കൃഷ്ണന്റെ ചിത്രമുള്ള ലോക്കറ്റ് ഇടുമ്പോൾ ആ പെൺകുട്ടിക്ക് ഭഗവാൻ കൃഷ്ണനോട് എത്രത്തോളം സ്നേഹവും വിശ്വാസവുമാണ് ഉണ്ടാവുക എന്ന് ഹൈന്ദവരായ വിശ്വാസികൾക്കിടയിൽ ഒരു തോന്നൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ജസ്ന സലീമിന്റെ ഈ പട്ടിഷോ കൊണ്ടുള്ള ഉദ്ദേശം. അതിലൂടെ നിലവിൽ തകർന്നടിഞ്ഞിരിക്കുന്ന തന്റെ കൃഷ്ണചിത്ര വിൽപ്പന വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാമെന്ന പ്രതീക്ഷ ജസ്ന സലീം സ്വപ്നം കാണുന്നു. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എല്ലാ ബിസിനസിനും എല്ലാത്തരം തട്ടിപ്പുകൾക്കും പരസ്യം ഒരു മുഖ്യ ഘടകമാണ്. ഒരിക്കൽ കുമാരേട്ടൻ ഇവിടെ മുട്ട വിൽക്കപ്പെടും എന്ന പേരിൽ ഒരു ചെറിയ ബോർഡ് എഴുതി വെച്ചിട്ട് മുട്ടക്കച്ചവടം തുടങ്ങി. കാര്യമായ കച്ചവടമൊന്നും കിട്ടിയില്ല. മാത്രമല്ല, പലർക്കും ആ ബോർഡ് കാണാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ കുമാരേട്ടൻ മുട്ട വിൽക്കപ്പെടുമെന്ന ബോർഡ് കുറച്ച് വലിയ അക്ഷരത്തിൽ എഴുതി വീണ്ടും അവിടെ വെച്ചു. എന്നാലും കാര്യമായ ഒരു ചലനമൊന്നും ഉണ്ടായില്ല. അങ്ങനെ എനിക്ക് ആരോ പറഞ്ഞത് കേട്ട് കുമാരേട്ടൻ ആ ബോർഡ് ഒന്ന് കളർഫുൾ ആക്കി അതിൽ 1-2 ചിത്രങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടെ എല്ലാത്തരം മുട്ടകളും വിൽക്കപ്പെടുമെന്ന രീതിയിൽ ആ ബോർഡ് വീണ്ടും സ്ഥാപിച്ചു. മെല്ലെ മെല്ലെ കുമാരേട്ടന് ചെറിയ രീതിയിൽ കച്ചവടങ്ങൾ കിട്ടി തുടങ്ങി. അപ്പൊ കുമാരേട്ടന് മനസ്സിലായി പരസ്യങ്ങളിലൂടെയാണ് തന്റെ ബിസിനസ് നടക്കുക എന്നുള്ളത്. പിന്നെ ഒന്നും ആലോചിച്ചില്ല. കുമാരേട്ടൻ ബോർഡ് കുറച്ചുകൂടി വലുതാക്കി അതിൽ കോഴിയുടെയും താറാവിന്റെയും ചിത്രങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടെ എല്ലാത്തരം മുട്ടകളും വിൽക്കപ്പെടുമെന്ന രീതിയിൽ വലിയൊരു ബോർഡ് വെച്ചു.
ഇരു സൈഡുകളിൽ നിന്നും വരുന്ന യാത്രക്കാർക്ക് കാണത്തക്ക വിധത്തിൽ വലിയ രീതിയിലുള്ള ബോർഡാണ് കുമാരേട്ടൻ സ്ഥാപിച്ചത്. അങ്ങനെ കുമാരേട്ടന്റെ ബിസിനസ് വലിയ രീതിയിൽ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്തു. ഇതേ തന്ത്രമാണ് ജസ്നയും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുരുവായൂരിലേക്കുള്ള പ്രവേശനം നിഷേധിക്കപ്പെട്ടതോടെ എങ്ങനെയും തന്റെ ബിസിനസിനെ പൊടി തട്ടിയെടുക്കുക, അതിന് വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ നടത്തുക, അതിന് വ്യത്യസ്തമായ പരീക്ഷണങ്ങളിലൂടെ എന്ത് വില കൊടുത്തും തന്റെ തട്ടിപ്പ് പൂർവാധികം ശക്തിയോടെ തിരിച്ചു കൊണ്ടുവരിക. മാല പൊട്ടി ഞാൻ എന്ത് ഗോൾഡ് പൊട്ടിയാലും മിക്കതും മലബാർ ഗോൾഡ് എന്നാണ് മാറ്റാറ്. അങ്ങനെ ഇരിക്കെ ഞാൻ കോഴിക്കോട് മലബാർ ഗോൾഡിൽ അത് മാറ്റാൻ പോയി. അങ്ങനെ അപ്പോൾ മാറ്റി മേടിച്ച് ബില്ല് ചെയ്തതിന് ശേഷമാണ് എനിക്ക് അവിടെ ഒരു സുഹൃത്തുണ്ട്, ബിജിലി എന്ന് പറഞ്ഞിട്ടുള്ള ആൾ എൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, ഇവിടെ അടിപൊളി ഒരു കണ്ണൻ്റെ ലോക്കറ്റ് വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു അടിപൊളി, എന്നോട് തന്നെ ഇതുവരെ ഇവിടെ വന്നതിൽ വെച്ചിട്ട് ഏറ്റവും ഫിനിഷിംഗ് ആയിട്ടുള്ള കണ്ണനാണ് അത് എന്ന് പറഞ്ഞു. അത് കേട്ട എന്തുകൊണ്ടായിരിക്കും കോഴിക്കോട് മലബാർ ഗോൾഡിലെ ബിജിലി ചേച്ചി അവിടെ വന്ന ഹൈന്ദവരായിട്ടുള്ള കസ്റ്റമേഴ്സിനോടൊന്നും ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള കൃഷ്ണന്റെ ഒരു ലോക്കറ്റ് ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പരിചയപ്പെടുത്താഞ്ഞത്? എന്തുകൊണ്ടായിരിക്കും ജസ്ന സലീമിനോട് മാത്രമായി അവർ ആ ലോക്കറ്റ് പരിചയപ്പെടുത്തിയത്? ജസ്ന സലീം മാത്രമാണോ കേരളത്തിൽ കൃഷ്ണനെ ആരാധിക്കുകയും വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത്? ലക്ഷോപലക്ഷം വരുന്ന ഹൈന്ദവരായിട്ടുള്ള പ്രത്യേകിച്ച് ഗുരുവായൂരിലുള്ള ഭക്തന്മാർക്കൊന്നും കൃഷ്ണനെ വിശ്വാസമില്ലാഞ്ഞിട്ടാണോ? അല്ലെങ്കിൽ അവരുടെ ആരുടെയും ശ്രദ്ധയിൽ ഇങ്ങനെ ഒരു ലോക്കറ്റ് വരാത്തതാണോ? അപ്പോൾ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവന് ദൈവത്തിന്റെ പേരിൽ ഏതുതരം തട്ടിപ്പ് നടത്താനും കഴിയും. അതുപോലെ തന്നെ ജസ്ന സലീമിന് കൃഷ്ണന്റെ പേരിൽ എന്ത് തരം കള്ളത്തരങ്ങൾ പറഞ്ഞാലും ഏതുതരം തട്ടിപ്പുകൾ നടത്തിയാലും കൃഷ്ണന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലും ഉണ്ടാകില്ല എന്ന് ജസ്ന സലീമിന് നന്നായിട്ടറിയാം. കാരണം ജസ്ന സലീം കൃഷ്ണനെ വരയ്ക്കുന്നതും കൃഷ്ണനെ വിൽക്കുന്നതും തന്റെ വിശ്വാസത്തിന്റെ ഭാഗമല്ല. അത് ജസ്നയുടെ തട്ടിപ്പിന്റെ ഭാഗമാണ്, ജസ്നയുടെ സാമ്പത്തിക നേട്ടത്തിന്റെ ഭാഗമാണ്. ജസ്ന സലീം, നീ കൃഷ്ണന്റെ ചിത്രമുള്ള ലോക്കറ്റ് കഴുത്തിലറിഞ്ഞാലും കൽബിലറിഞ്ഞാലും നീ ആരാണ് എന്താണെന്നുള്ളത് മലയാളികൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് ഇത്തരം തട്ടിപ്പും വെട്ടിപ്പും അപരമത വിദ്വേഷവും രണ്ട് മതങ്ങൾക്കിടയിൽ വിഭാഗീയതയും സൃഷ്ടിക്കുന്ന പരിപാടി നിർത്തിയിട്ട് തൊഴിലുറപ്പ് പണിക്ക് പോയാൽ ദിവസം കുറഞ്ഞത് 100-300 രൂപ നിനക്ക് വേതനം കിട്ടും. അതുകൊണ്ട് സാധനങ്ങൾ വാങ്ങി ആഹാരം വെച്ച് കഴിച്ചാൽ മനസ്സിനും ശരീരത്തിനും ഒരു പ്രത്യേക സുഖമുണ്ടാകും.